ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികുമാർ ചാനലിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ആഗസ്റ്റ് മാസഫലം ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് മകം, പൂരം, ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവർക്കും അതുപോലെ ചിങ്ങലഗ്നം വന്നിട്ടുള്ളവർക്കും ആഗസ്റ്റ് മാസം എങ്ങനെയാണ്. ആദ്യം നമുക്ക് ഈ ചിങ്ങക്കൂറുകാരുടെയും ചിങ്ങലഗ്നക്കാരുടെയും ആഗസ്റ്റ് മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയാണ് നോക്കാം. ഇപ്പം ജന്മലഗ്ന രാശിയാധിപൻ സൂര്യനാണ്. ഇപ്പം സൂര്യൻ ആഗസ്റ്റ് 17-ന് 12-ൽ നിന്നും ജന്മരാശിയിലേക്ക് മാറുന്നു. ചൊവ്വ ആഗസ്റ്റ് 2-ന് 11-ലേക്ക് മാറുന്നു. ബുധൻ ആഗസ്റ്റ് 5-ന് 11-ൽ നിന്നും 12-ലേക്ക് മാറുന്നു. 22-ന് ആ ബുധൻ ജന്മരാശിയിലേക്ക് രാശി മാറുന്നു. ശുക്രൻ ആഗസ്റ്റ് 1-ന് 2-ൽ നീചരാശിയിലേക്ക് മാറുന്നു. ശനി അഷ്ടമത്തിൽ വക്രഗതിയിലാണ്. രാഹു 7-ലുണ്ട്. കേതു ജന്മരാശിയിലെ സ്ഥിതി തുടരുന്നു. അതായത് 4 ഗ്രഹങ്ങൾ, ശുക്രൻ, കുജൻ, ബുധൻ, സൂര്യൻ, ഈ 4 ഗ്രഹങ്ങൾക്കാണ് ആഗസ്റ്റ് മാസത്തിൽ രാശിമാറ്റങ്ങൾ പ്രധാനമായിട്ടും വരുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ആ ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ച് ചിങ്ങക്കൂറുകാരുടെയും ചിങ്ങലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള സൂര്യൻ ആഗസ്റ്റ് 16 വരെ 12-ലാണ്. ആദ്യ പകുതി ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം. അഷ്ടമരാശിയിൽ ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നു. അതുപോലെ 2-ലൊക്കെ ചൊവ്വയുടെയും ശനിയുടെയൊക്കെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ ആഹാരത്തിൽ വളരെ കെയർ വേണ്ടുന്ന സമയമാണ്. ചിലർക്ക് ഡൈജഷൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടായെന്ന് വരാം. അപ്പം 3-ാം ഭാവാധിപനായ ശുക്രൻ 2-ൽ നീചസ്ഥിതനാണ്. അപ്പോൾ പൊതുവേ നമുക്കൊരു ഉന്മേഷക്കുറവ്, ഊർജ്ജസ്വലതയില്ലായ്മ ഒക്കെ ഈ സമയത്ത് അനുഭവപ്പെടാം. ഒരു ക്ഷീണം ഒക്കെ സാധ്യതയുണ്ട്. അതേസമയം 8-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 12-ൽ ഉച്ചസ്ഥിതനാണ് എന്നുള്ളത് കൊണ്ട് അത് വിപരീത രാജയോഗമാണ്. അപ്പോൾ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അവയ്ക്ക് നമുക്ക് ടൈംലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ അവയ്ക്ക് സഡൻ ആയിട്ടുള്ള റിക്കവറി സാധ്യമാകുന്ന സമയം കൂടിയാണ്. അപ്പോൾ ആഗസ്റ്റ് 17 മുതൽ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള സൂര്യൻ ജന്മരാശിയിൽ വരുന്നുണ്ട്. അതും നമുക്ക് ആരോഗ്യപരമായിട്ട് ഉള്ള പ്രയാസങ്ങൾ പരിഹരിക്കാൻ ആ ജന്മരാശ്യാധിപനായിട്ടുള്ള സൂര്യൻ ജന്മരാശിയിൽ വരുന്നത് വഴിതെളിക്കും. ജീവിത പങ്കാളിയുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു ആശ്വാസമൊക്കെ ഉണ്ടാകാവുന്ന സമയം കൂടെയാണ്. പ്രത്യേകിച്ച് 7-ാം ഭാവാധിപനായിട്ടുള്ള ശനി അഷ്ടമത്തിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നത് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും. ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി എങ്ങനെ നോക്കാം. തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ 3-ഉം 10-ഉം ഭാവാധിപനാണ് ശുക്രൻ. ആ ശുക്രൻ 2-ൽ നീചസ്ഥിതനാണ്. കർമ്മകാരകനായിട്ടുള്ള ശനി വക്രത്തിലാണ്. അപ്പോൾ തൊഴിലിൽ ഫോക്കസ് കുറയുന്നതിനും ഒരു ഉത്സാഹക്കുറവിനൊക്കെ സാധ്യതയുണ്ട്. വർക്ക് സ്ട്രെസ്സ്, വർക്ക് പ്രഷർ ചിലപ്പോൾ ഈ സമയത്ത് കൂടിയെന്ന് വരാം. അതിനാൽ തൊഴിലിൽ നമ്മൾ തൊഴിലിടത്തെ കാര്യങ്ങളൊക്കെ അവലോകനം ചെയ്ത് പോകേണ്ടുന്ന സമയമാണ്. പ്രത്യേകിച്ച് കർമ്മകാരകൻ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയം കൂടെയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കുന്നതിൽ ശ്രദ്ധ കൊടുക്കണം. അതുപോലെ തൊഴിലിൽ ചിലർക്ക് ഒരു അസ്ഥിരതയ്ക്കൊക്കെ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ ഈ തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സേവനത്തിൽ എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ, അതുപോലെ അമിത അധ്വാനം, ഇവയൊക്കെ ചിലപ്പോൾ അതുവഴിയൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കഴിവതും തൊഴിലിടത്ത് ക്ഷമ, അച്ചടക്കമൊക്കെ ആവശ്യമായിട്ട് വരുന്ന സമയമാണ്. തൊഴിലിലെ മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരവും കൂടിയാണ് ഈ ശനി വക്രത്തിൽ വരിക വഴി ഉണ്ടാകുന്നത്. അപ്പോൾ വക്രശനി 10-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 10-ാം ഭാവാധിപനായ ശുക്രൻ നീചസ്ഥിതനുമാണ്. അപ്പോൾ തൊഴിൽ സംബന്ധമായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ തീരുമാനമെടുക്കുമ്പോൾ സഡനായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കരുത്. അവിടെയൊക്കെ വളരെ ആലോചിച്ച് വിവേകപൂർവം യുക്തിസഹമായിട്ടുള്ള തീരുമാനം എടുക്കാൻ ശ്രദ്ധിക്കുക. ചിലർക്ക് തൊഴിൽ മാറ്റത്തിനും ഒരു ശ്രമിക്കുന്നവരുണ്ടാകാം. അവരും ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. അപ്പോൾ കൂടുതൽ അച്ചടക്കം, വിനയം, നീതിബോധമൊക്കെ തൊഴിലിടത്തുണ്ടാകുന്നത് തൊഴിലിൻ്റെ ഉയർച്ചയ്ക്ക് അത് സഹായകമാകും എന്നും കൂടെ മനസ്സിലാക്കുക. തൊഴിലന്വേഷകർക്ക് അല്പം ഹാർഡ് വർക്കൊക്കെ വേണ്ടുന്ന സമയമാണ്.
തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ വ്യവഹാരങ്ങളിൽ നമുക്ക് ചിലപ്പോൾ നേട്ടങ്ങൾ ഉണ്ടായെന്ന് വരാം. 6 കുജൻ്റെയും സൂര്യൻ്റെയും ബുധൻ്റെയും അതുപോലെ ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടിയുള്ള സമയമാണ് എന്നുള്ളതിനാൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കോമ്പറ്റീറ്റീവ് തലത്തിലൊക്കെ പങ്കെടുക്കുന്നവർക്ക്, ടെസ്റ്റ് ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കുന്നവർക്കൊക്കെ അനുകൂല സ്ഥിതി കാണുന്നുണ്ട്. 9ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 11 വരിക എന്ന് പറയുമ്പോൾ അത് ചിലർക്ക് വിദേശ ബന്ധം വഴി, അതുപോലെ ഫ്രണ്ട്ഷിപ്പ് വഴി, സോഷ്യൽ സർക്കിൾ വഴി ഒക്കെ തന്നെ ചില നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണിക്കുന്നു. ഇനി ബിസിനസ്സുകാരുടെ സ്ഥിതി എങ്ങനെ നോക്കാം. ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സുകാരകൻ ബുധനാണ്. ആ ബുധൻ ആഗസ്റ്റ് 5 മുതൽ 21 വരെ 12-ലാണ്. അതുപോലെ 7ാം ഭാവാധിപനായ ശനിയാണെങ്കിൽ വക്രത്തിലാണ്. ബിസിനസ്സിൽ അല്പം കെയർ വേണം. 7-ൽ രാഹുണ്ട്. രാഹു 7-ലൊക്കെ നിൽക്കുന്നത് ബിസിനസ് എക്സ്പാൻഷനൊക്കെ സഹായകമാണ്. എങ്കിലും ബിസിനസ്സിൽ കൺഫ്യൂഷൻ ഉണ്ടാകാം, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഡിസ്പ്യൂട്ട് ഉണ്ടാകാം. അപ്പോൾ ബിസിനസ് സംബന്ധമായിട്ടുള്ള എന്ത് തീരുമാനം എടുക്കുമ്പോഴും സഡനായിട്ടുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കേണ്ടുന്ന സമയമാണ്. അതുപോലെ നമ്മൾ പാർട്ട്ണർഷിപ്പ് തലത്തിൽ കഴിവതും നമ്മൾ പുതിയ ഒരു പാർട്ട്ണർഷിപ്പിലൊക്കെ നമ്മൾ പങ്കാളിയാകാനൊക്കെ ശ്രമിക്കുമ്പോഴൊക്കെ ഒരു കെയർ വേണം. നമ്മൾ കൂടെയുള്ള പാർട്ട്നേഴ്സ് അവരുടെ ആറ്റിറ്റ്യൂഡൊക്കെ എന്താണെന്ന് മനസ്സിലാക്കണം. അതൊക്കെ ശ്രദ്ധിച്ച് പോകേണ്ടുന്ന സമയമാണ്. പൊതുവെ ബിസിനസ്സിലെ നിലവിലെ സ്ഥിതി തുടരാനാണ് സാധ്യത. ഇനി നമുക്ക് വിദ്യാർത്ഥികളുടെ അവസ്ഥ എങ്ങനെ നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആദ്യ വാരം, അതായത് പ്രത്യേകിച്ച് ആഗസ്റ്റ് 4 വരെ ബുധൻ 11-ലാണ്. അതുപോലെ 5-ൽ ആ ബുധൻ്റെ ദൃഷ്ടിയുണ്ട്. വക്രശനിയും 5-ൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. ചൊവ്വയും 5-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പം 5ാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ 12-ൽ ഉച്ചരാശിയിലുമാണ്. അപ്പോൾ വിദേശത്തൊക്കെ ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പൊതുവെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ദൂരയാത്രകൾ ഈ സമയത്തുണ്ടാകാം. അതൊക്കെ പഠന ചെലവ് കൂടുന്നതിനും സാധ്യത കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 5ാം ഭാവാധിപൻ 12-ൽ ഉച്ചസ്ഥിതനാണ്. 5ഉം 8ഉം ഭാവാധിപനാണ് ഗുരു, 12-ൽ ഉച്ചസ്ഥിതനാണ് എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ 8-ലേക്കൊക്കെ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ നമ്മൾ ഈ റിസർച്ച് നടത്തുന്നവർ, ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെയൊക്കെ തടസ്സങ്ങൾക്ക് ഒരു തടസ്സങ്ങൾ മാറുന്നതിന് സാധ്യതയുണ്ട്. വിദേശ യാത്രകൾക്കുള്ള തടസ്സങ്ങൾ മാറും. ഇപ്പം ഗവേഷണം അതുപോലെ ഉന്നത പഠനമൊക്കെ വിദേശത്ത് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയം എന്ന് തന്നെ പറയാം. ഇപ്പം വിദ്യാർത്ഥികൾക്ക് രവി, ബുധൻ, ഗുരു, കുജൻ 6-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുജൻ്റെയൊക്കെ 6-ലെ ദൃഷ്ടി എന്ന് പറയുന്നത് ഉച്ചദൃഷ്ടിയാണ്. അപ്പോൾ പരീക്ഷകളിൽ മികവ് പുലർത്താനൊക്കെ കഴിയും. വളരെ പോരാടി നമുക്ക് വിജയം കൈവരിക്കാൻ കഴിയുന്ന സമയമായിട്ട് കാണുക. ഇനി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ 2ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 4 വരെ 11-ലാണ്. അതുപോലെ അതിനുശേഷം 12-ലേക്കാണ് ആ ബുധൻ രാശി മാറുന്നത് 21 വരെ. ശേഷം ജന്മരാശിയിലേക്ക് ആ ബുധൻ വരുന്നു. 9ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 11-ൽ നിൽക്കുന്നു. അപ്പോൾ സാമ്പത്തിക നേട്ടങ്ങൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ്. ഫ്രണ്ട്ഷിപ്പ്, സോഷ്യൽ സർക്കിൾ വഴിയൊക്കെ നമുക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. 11 നിൽക്കുന്ന ചൊവ്വ 2-ൽ ദൃഷ്ടി ഉള്ളതിനാൽ സമ്പാദ്യം വർദ്ധിക്കുന്നതിനും സാധ്യതയുണ്ട്. അതേസമയം 5 മുതൽ 2ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 21 വരെ 12-ൽ സഞ്ചരിക്കുകയാണ് ഗുരുവിനോടൊപ്പം. അപ്പോൾ ആദ്യ പകുതി ജന്മലഗ്ന രാശാധിപൻ സൂര്യനും 12-ൽ നിൽക്കുന്ന സമയമാണ്. അപ്പം ധനച്ചെലവ് കൂടാൻ സാധ്യതയുണ്ട്. പൊതുവെ ഭാവിയിൽ ഗുണം കിട്ടത്തക്ക കാര്യങ്ങൾക്ക് വേണ്ടി ഉള്ള പണച്ചെലവ് ഈ സമയത്ത് കൂടും. ശുക്രൻ 2-ൽ നീചസ്ഥിതനായതുകൊണ്ട് ഫാമിലി തലത്തിലൊക്കെ ശ്രദ്ധ വേണം. അതുപോലെ നമ്മൾ ധനവിനിയോഗത്തിലൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. ഇനി വിവാഹം, ദാമ്പത്യ ബന്ധം, കുടുംബജീവിതം എങ്ങനെ നോക്കാം. ഇപ്പോൾ 7ാം ഭാവാധിപനായിട്ടുള്ള ശനി അഷ്ടമത്തിൽ ആണെങ്കിലും വക്രത്തിലാണ്. 7-ൽ രാഹുണ്ട്. വിവാഹ ആലോചനകളിൽ കെയർ വേണം. പ്രത്യേകിച്ച് 7-ൽ രാഹുണ്ട്. അതുപോലെ ചിലർക്ക് മുമ്പ് വന്ന വിവാഹ ആലോചനകൾ വീണ്ടും വരുന്നതിന് സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ രാഹു 7-ലൊക്കെ സ്ഥിതി വരുന്നത് കൊണ്ട്
നമ്മൾ ജീവിത പങ്കാളിയൊക്കെ സെലക്ട് ചെയ്യുന്നതിൽ വളരെ ശ്രദ്ധിക്കണം. സഡനായിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് ഈ സമയത്ത് ഒഴിവാക്കുക. പൊതുവേ നമുക്ക് ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാകുന്ന, ഒരു ഉദാസീനതയൊക്കെ ഉണ്ടാകുന്ന സമയം കൂടിയാണ്. പ്രത്യേകിച്ച് അതുകൊണ്ട് ജീവിത പങ്കാളിയെ സെലക്ട് ചെയ്യുന്നതിൽ ഒരു ശ്രദ്ധ കൊടുക്കണം. അപ്പം 5-ാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണ് 12 നിൽക്കുന്നത്. അപ്പം 5-ല് കുജൻ്റെയും ശനിയുടെയൊക്കെ ദൃഷ്ടിയുണ്ട്. ശുക്രൻ പ്രണയകാരകനാണ്, നീചസ്ഥിതനുമാണ്. അപ്പോൾ പ്രണയബന്ധത്തിൽ കെയർ വേണം. ചിലർക്ക് വിദേശത്ത് നിന്ന് ചില പ്രണയ പങ്കാളിയെ കണ്ടെത്തുന്നതിന് സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ പ്രണയ പങ്കാളിയുമായിട്ട് ചിലപ്പോൾ ദൂരയാത്രകളും ഈ സമയത്ത് പ്ലാൻ ചെയ്യാൻ സാധ്യത കാണുന്നു. അതുവഴിയൊക്കെ പ്രണയവുമായിട്ട് ബന്ധപ്പെട്ട് പണച്ചെലവ് കൂടാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ബന്ധം ചിന്തിക്കുമ്പോൾ 7-ലെ രാഹു, 7-ാം ഭാവാധിപനായ ശനി 8-ല് വക്രത്തിൽ. അപ്പം മാരിറ്റൽ റിലേഷൻഷിപ്പിൽ നമുക്ക് ചില ഇഷ്യൂസ്, തെറ്റിദ്ധാരണകൾ, തർക്കങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായകമാണ്. ജീവിത പങ്കാളിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഒരു ശമനം പ്രതീക്ഷിക്കാം. ശുക്രൻ നീചസ്ഥിതനാണ് എന്നുള്ളത് കൊണ്ട് റിലേഷൻഷിപ്പിൽ ഒരു സുഖക്കുറവുണ്ടാകാം. കൂടുതൽ ക്ഷമ, അച്ചടക്കം, സംയമനം ഒക്കെ വേണം. കാരണം ആ ശുക്രനെ ചൊവ്വയും ശനിയൊക്കെ ദൃഷ്ടി ചെയ്യുകയാണ്. അപ്പോൾ കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ 2-ല് ശുക്രൻ നീചസ്ഥിതനാണ്. ചൊവ്വയും ശനിയും 2-ൽ ദൃഷ്ടി ചെയ്യുന്നു. കുടുംബാംഗങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ വളരെ കെയർ വേണം. അതേസമയം 4-ാം ഭാവാധിപനായ ചൊവ്വ 11-ലാണ്. അത് കുടുംബത്തിൽ, പ്രത്യേകിച്ച് ഈ ഫാമിലി എൻവറോൺമെൻറ്റ്, പ്രത്യേകിച്ച് നമുക്ക് കുടുംബത്തിൽ സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ വാങ്ങുന്നതിനും അതുവഴി ഒക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ സാധ്യതയുണ്ട്. മാതൃസ്വത്ത് ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. മാതാവിന് ധനനേട്ടത്തിനും സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ചർച്ച ചെയ്ത് അവ പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് 2-ൽ ചൊവ്വയുടെ ദൃഷ്ടി, ശനിയുടെ ദൃഷ്ടി, 2-ൽ നിൽക്കുന്ന ശുക്രൻ നീചസ്ഥിതനുമാണ്. അപ്പോൾ ഫാമിലി വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് അത് ഒരു നമ്മൾ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്ന ഒരു സ്ഥിതി ഒഴിവാക്കണം. ആഗസ്റ്റ് 3, 4, 11, 12, 25, 26, 30, 31 തീയതികൾ അനുകൂല ദിവസങ്ങളല്ല എന്നുള്ളത് കൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കണം. അതുപോലെ പുതിയ സംരംഭങ്ങൾ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കണം. സുപ്രധാന തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ എടുക്കുന്നതും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞത് ചിങ്ങക്കൂറുകാരുടെയും ചിങ്ങലഗ്നക്കാരുടെയും ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ഏത് നക്ഷത്രത്തിൽ ജനിച്ചവരായാലും അവർക്ക് ചിങ്ങലഗ്നം വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ആ ചിങ്ങലഗ്നം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഏത് കുറുകാർക്കായാലും ഈ ചിങ്ങലഗ്നത്തിൻ്റെ ഫലം അവരെ സ്വാധീനിക്കും. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഞാൻ ഈ ചിങ്ങക്കൂറുകാരുടെയും ചിങ്ങലഗ്നക്കാരുടെയും ഫലം പറയുമ്പോൾ ഒരു സംശയം വരാം, കൂറും ലഗ്നവും ഒന്നാണ്. അപ്പോൾ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചിലർക്ക് മാത്രമേ ചിങ്ങലഗ്നം വരികയുള്ളൂ. മറ്റുള്ളവർക്ക് ആ ജനിക്കുന്ന സമയത്തിൻ്റെ, ആ നക്ഷത്രത്തിൽ ജനിക്കുന്ന സമയത്തിൻ്റെ വ്യത്യാസമനുസരിച്ച് ലഗ്നരാശികൾക്ക് വ്യത്യാസം വരും. അപ്പോൾ ഈ ചിങ്ങക്കൂറുകാർ അവരുടെ ലഗ്നം ചിങ്ങലഗ്നമല്ല എങ്കിൽ മറ്റു ലഗ്നരാശി ഏതാണെന്ന് കണ്ടുപിടിച്ച് ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേട്ടാലേ അവർക്ക് ആഗസ്റ്റ് മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം കിട്ടുകയുള്ളൂ. മാത്രമല്ല ഇതൊരു ഗോചരഫലമാണ്. ഈ ഗോചരഫലത്തെ വളരെ കൂടുതൽ സ്വാധീനിക്കുന്നത് ഇപ്പോൾ ഈ കൂറുകാർക്കും ലഗ്നക്കാർക്കും ജാതകത്തിൽ നടക്കുന്ന ദശ അപകാരം ഛിദ്രമാണ്. അപ്പോൾ ജാതകത്തിൽ നടക്കുന്ന ദശ അപകാരം ഛിദ്രമൊക്കെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് വെക്കുന്ന ഗ്രഹങ്ങളുടേതാണോ അല്ലയോ എന്നുള്ളതിനനുസരിച്ച് ഈ പൊതുഫലത്തിൽ മാറ്റങ്ങൾ വരും. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് എന്ന് പറയുന്നത്, ഇതൊക്കെ നമ്മൾ ഈ ലഗ്നം, അതുപോലെ ഇപ്പോൾ നടക്കുന്ന ദേശ അപകാരം ചിന്ത, ഇതൊക്കെ നമുക്ക് ജാതക ചിന്തയിലൂടെ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ എന്നും കൂടെ മനസ്സിലാക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോ കാണാം. നമസ്കാരം.